ലഹരിക്കടത്ത് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് മലയാളി യുവാക്കൾ മലേഷ്യൻ ജയിലിൽ കുടുങ്ങിയിട്ട് 8 വർഷം. കെമിക്കൽ ഫാക്ടറിയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കൊല്ലം പേരയം സ്വദേശികളായ 3 പേരെ മലേഷ്യയിലേക്ക് കൊണ്ടുപോയതെന്ന് യുവാക്കളുടെ കുടുംബം പറയുന്നു. പരാതിപ്പെട്ടാൽ വെടിവെച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. 2018 കൊല്ലം പേരയം സ്വദേശികളായ ഫാറൂഖ്, സിയാദ്, സബീർ എന്നിവരെ വർക്കലയിലുള്ള ഏജന്റ് വഴി വിസയും ടിക്കറ്റും സൗജന്യമായി നൽകി മലേഷ്യയിലെത്തിച്ചത്. കെമിക്കൽ ഫാക്ടറിയിലെ ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. മലേഷ്യയിലെത്തി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കെമിക്കലല്ല, ലഹരി പദാർത്ഥങ്ങളാണെന്ന് യുവാക്കൾക്ക് ബോധ്യപ്പെട്ടു. വിവരം നാട്ടിൽ അറിയിക്കുകയും ചെയ്തു. ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്നറിയിച്ചതോടെ ഇവരെ ലഹരിക്കടത്ത് സംഘങ്ങൾ മുറിയിൽ പൂട്ടിയിട്ടു. വർക്കലയിലുള്ള ഏജന്റിനെയും മലേഷ്യയിലേക്ക് വിളിച്ചു വരുത്തി. ഇവരെ പൂട്ടിയിട്ട മുറിയിൽ മയക്കുമരുന്ന് വെച്ച് പോലീസിനെ വിവരമറിയിച്ച് കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ആഴ്ചയോറും വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ ഇറങ്ങി വരും, ഞങ്ങൾ എംബസി മുഖേന പോയപ്പോൾ ഈ കൊണ്ടുപോയവർ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞ് അവിടെ ഉള്ളവരും പറഞ്ഞ് നിങ്ങൾ എംബസി പോയാൽ എവിടെയെങ്കിലും പോയാൽ അറിയിച്ചാൽ ഞങ്ങളെ വെടിവെച്ച് കൊന്നുകളെ, നിങ്ങൾ അതുകൊണ്ട് ഒന്നിനും ഇറങ്ങണ്ട. പോയപ്പോഴേ 2 മാസം കണക്ക് കാശ് അയച്ച് 3-ാം പ്രാവശ്യം കാശുമില്ല, ആളുമില്ല. അപ്പോഴേ അറിയുന്ന പോലീസ് പിടിച്ചെന്ന്. പിന്നെ കുറേ ആൾ കഴിഞ്ഞപ്പോൾ എംബസി പേപ്പർ വന്നു. വർക്കലുള്ള ഷാജഹാൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പേപ്പർ കൊടുത്തത്. അപ്പം ഈ 2 പ്രാവശ്യം വീട്ടിൽ പൈസ വന്നപ്പോഴും സജീവ് വീട്ടിൽ വന്ന് ഈ ഷാജഹാന് കൊടുക്കാനെന്നും പറഞ്ഞ് പൈസ വാങ്ങിച്ച് മേടിച്ചിട്ട് പറഞ്ഞ് ഇനി ശമ്പളം വരുമ്പോൾ തന്നാൽ മതി, കുറച്ച് ഈ വിസയുടെ പൈസയും കൊടുക്കണം, ഇത് കൊണ്ടുപോയതിൻ്റെ പൈസയും വേണമെന്ന്. യുവാക്കളുടെ മോചനത്തിനായി ഇന്ത്യൻ എംബസിയെ സമീപിച്ചെങ്കിലും ലഹരിക്കേസിലാണ് ഇവർ ജയിലിലുള്ളതെന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം യുവാക്കളുടെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.